CBSE റിസൾട്ട് വന്നിരിക്കുന്നു 10ാം പ്രഖ്യാപിച്ചു. ഇല്ല അറിഞ്ഞിട്ടില്ല. ലിങ്ക് സമാധാനിപ്പിച്ചു കൊടുക്കുക. അപ്പൊ കൊടുക്കണേ. ജീവനെ തൊടും നനഞ്ഞു പോകാതെ മിഴി നനഞ്ഞിടറിടയുമൊരു നോവോടെ വിണ്ണിൽ നിന്നും പറന്നിൻ മാലാഖപ്പൂവിതളേ നീ. അപ്പൊ അങ്ങനെ ദേവുവിന്റെ പെർസെന്റേജ് ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു കോള് വന്നു. CBSE 10th റിസൾട്ട് അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലിങ്ക് അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും പറഞ്ഞിട്ടില്ല, ദേവ് പറഞ്ഞിട്ടില്ല. ഫുൾ സർപ്രൈസ് ആണ്. ഇതൊരു എൻട്രോ അല്ലാത്ത വീഡിയോ ആണ്. നമുക്ക് ദേവിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദേവൊക്കെ അകത്തെ വിഷുവിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ദേവോ ഒന്ന് പോസ്റ്റ് ചെയ്താ. സർപ്രൈസ് ഉണ്ട്, ഒരു സർപ്രൈസ് ഇന്ന് മോൾ, ഒരു സർപ്രൈസ് ഉണ്ട്. ഓടി വാ. ചേട്ടൻ ലിങ്ക് അയച്ചു എനിക്ക്. CBSE റിസൾട്ട് വന്നിരിക്കുന്നു 10ാം ക്ലാസ് പ്രഖ്യാപിച്ചു. ചേട്ടൻ വിളിച്ചു. അല്ല, അനിയും കൂടി ചേട്ടപ്പന്നെ വിളിച്ചു വെച്ചിട്ട് ഇല്ല അറിഞ്ഞിട്ടില്ല. ലിങ്ക് അയച്ചിട്ടുണ്ട്. റോൾ നമ്പർ വെച്ച് നോക്കാൻ പറഞ്ഞു. സമാധാനിപ്പിച്ചു കൊടുക്കുക. എന്തായിരിക്കും എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കാണ്. ചേച്ചി എക്സൈറ്റഡ് ആയിട്ട് കരയുകയാണ്. അതെ, അവനോട് ഇപ്പൊ പറയണ്ട, നമുക്ക് മാത്രം നോക്കാം. അതിനെന്താണ്, എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഏത് മാർക്കാണെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ മാത്രം നോക്കാം, അമ്മ പിന്നെ നോക്കിക്കോട്ടെ. റോൾ നമ്പർ എത്ര അറിയോ? മുത്തേ 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 എന്ത് റിസൾട്ട് ആയാലും നമുക്കൊരു കുഴപ്പമില്ല. ഇത്രയും പ്രതീക്ഷയില്ല, ഇത്ര നേരത്തെ വരുന്ന എന്താ റിസൾട്ട് അറിയുമ്പോൾ സന്തോഷിക്കലാണ്. എനിക്കൊക്കെ എന്റെ 10ാം ക്ലാസ്സിൽ ജയിക്കുമൊന്നും റിസൾട്ട് അറിയുമ്പോൾ ആകാംക്ഷ. ഏവരും കാത്തിരുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാരും കമന്റിൽ ഗസ് ചെയ്യും. എന്റെ അപ്പുറത്തെ പറമ്പ് കേക്ക എന്റെ നെഞ്ചിടിപ്പ്. മോളെ, ചേച്ചിയുടെ റിസൾട്ട് അറിയാൻ പോവാ. ഇപ്പൊ കമന്റിൽ ഞാൻ വീഡിയോ ഇട്ടതിന് കമന്റ് ചെയ്യാൻ നോക്കിയപ്പോ അതിൽ ഞാൻ നോക്കിയുള്ളൂ. റിസൾട്ട് വരുന്നു പറയുന്നുണ്ടത്. എത്ര എക്സ്പെക്ട് ചെയ്യണത്? ഞങ്ങളിവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പപ്പയും ദേവും റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, പുറത്തിക്കണോ? അപ്പൊ കൊടുക്കണേ.
പാസ്സായോ? പാസ്സായിട്ടുണ്ട്. ഞങ്ങളുടെ പെർസെന്റേജ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാസ്സായതുള്ള ഉറപ്പാണ്. പിന്നെ ഇന്റേണൽ മാർക്കിന് കൂട്ടിയിട്ട് വേണ്ട പറയാന് അല്ലേ? മറ്റേത് 80-ലല്ലേ? മറ്റൊക്കെ 80-ല്, 20 പറ്റത് അല്ലേ? ഫ്രണ്ട്സ്, എനിക്ക് മാർക്ക് അറിഞ്ഞില്ലേ? മാർക്ക് ഫുള്ള് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് പെർസെന്റേജ് ആണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എത്ര പെർസെന്റേജ് ആണ് ദൈവം? നമ്മള് ഓഫറുകൾ ഉണ്ടായിരുന്നു, കുറച്ച് ഓഫറുകൾ അല്ലേ? എന്താ ദൈവം നെഞ്ചു തിരുമണത്? ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ ഫൈനലി ഇതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി. കണക്കിൽ നമ്മൾ കുറച്ച് മോശമായിരുന്നു. അപ്പൊ അങ്ങനെ ദേവുവിന്റെ പെർസെന്റേജ് ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. 81.4% ആണ് ദേവുവിന്റെ മാർക്ക്. മാർക്കിന്റെ മുകളിൽ ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത് മതി എന്ന് പറഞ്ഞത്. ഞങ്ങളത് പറഞ്ഞത് 80% മുകളിലുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ് പറഞ്ഞത് ഞാൻ. അപ്പൊ ഞാൻ അപ്പോഴെന്റെ ഉള്ളിൽ 70 ആണെങ്കിലും ഓക്കെയാണ് നേരുന്നു. പക്ഷെ ഞാൻ അത് 80 പറഞ്ഞത്. 70 പറഞ്ഞു കഴിഞ്ഞാൽ അവളെ 70 വാങ്ങുള്ളൂ. കണ്ടില്ല, 80 പറഞ്ഞുകൊണ്ട് 81 വാങ്ങിയുള്ളൂ. ഫ്രണ്ട്സ്, ദേവ് ആനന്ദ അസ്ത്രക്കൾ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ തലോടിടുന്നു കവിൾ തടം. ഞങ്ങളല്ലെങ്കിൽ ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാല് ഞങ്ങള് 90% കിട്ടണം എന്ന് പറഞ്ഞത് എന്താ വെച്ചാല് 80 വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ നമുക്കറിയാം എത്രത്തോളം 100% അറിയാം. അതെ അതെ. ഇനി മോഡൽ എക്സാമിന്റെ പെർസെന്റേജും കൂടെ പറഞ്ഞുതരാം. അതൊന്ന് പറഞ്ഞോ. 52%. അതുകൊണ്ടാണ് ദേവ് മോഡൽ എക്സാം കഴിഞ്ഞപ്പോ കൂട്ടിയിരുന്ന് പഠിച്ചത്. അതിന് 52 കിട്ടിയുണ്ട്. അതിനൊരു 70-80 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉറപ്പിട്ട് പോയിരുന്നു. പക്ഷെ അതിനവള് കുറവായതുകൊണ്ട് അതില് പേടിച്ച് പഠിച്ചതാണ്. എന്നാലും 81.4% കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര. ഞാനൊരു 70-ന്റെ 80-ന്റെ ഇടയ്ക്കാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ 80-ന്റെ മുകളിൽ കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹാപ്പിയാണ്. കാതോരം വരും ജീവനെ തൊടും നനഞ്ഞു പോകലേ പോകാതെ മിഴി നനഞ്ഞിടരിടയുമൊരു നോവോടെ ഹാപ്പി. രണ്ടോ വേറെ വേറെ ക്ലാസ്സിൽ എത്രയാണ്? 81 പോയിന്റാണ്. ചെറിയ പോയിന്റിൽ വ്യത്യാസം ഉണ്ടാവും. വടക്കം പൊട്ടി. എല്ലാവരും ഒന്ന് ഇവിടെ നിൽക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മോഡൽ എക്സാമിന്റെ റിസൾട്ട് ഫസ്റ്റ് പറയാം. മോഡൽ എക്സാമിന് എനിക്ക് 100-ല് 52 പെർസെന്റേജ്. ഇപ്രാവശ്യം 81. വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നി മാല ചേട്ടൻ വിളിച്ചു. ഞാനിവിടെ ചേട്ടൻ വിളിച്ച റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കി വെച്ചു. അപ്പോഴാണ് ഞാൻ അറിയണത്. നിന്റെ ഫോണ് കേട്ടല്ലേ? കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും. ശതമാനം കാണിക്കില്ലല്ലോ. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 81.2%. 81.4 കേട്ടോ. ആയിക്കോട്ടെ. അർജുനാവേ വേറെ ആർക്കും വിളിച്ചേ? വേറെ ആർക്കും വിളിച്ചിട്ടില്ല അല്ലേ? വേറെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. മറ്റേതെല്ലാവർക്കും ആർക്കും ആരും ചോദിച്ചിട്ടില്ല.
ആർക്കും അറിയണ്ടാവില്ല. അല്ല ഇന്ന് വന്നത് അറിയില്ലേ, നമ്മളെന്നെ അറിഞ്ഞിട്ടില്ലല്ലോ. മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ വാർത്ത ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൈക്ക് എടുത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മെസ്സേജ് വന്നത്. അപ്പൊ അങ്ങനെ സർപ്രൈസ് ഉണ്ട് വിചാരിച്ചു പറഞ്ഞിട്ടോ. അതില് ഞാൻ വിചാരിച്ചു ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നോ വിചാരിച്ചു. ഞാന് അപ്പൊ തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ റിസൾട്ടാണ്, അതൊരു ഇൻട്രോ ഒന്നും ഇല്ലാത്ത വ്ളോഗാണ് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടാണ് അത്തിക്ക് വന്നത്. ഹലോ ശ്രീകുട്ടി ആന്റിയെ, റിസൾട്ട് വന്നു 81.4. പ്രതീക്ഷേനെക്കാട്ടിലും കിട്ടി. താങ്ക് യു. ഇന്നാ വന്നേ. ആർക്കും അറിയില്ലേന്ന്, പെട്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് 81.4. വേറെ എന്തൊക്കെയാണ്? എല്ലാവർക്കും സന്തോഷാണ്. 81.4. ദേവ് എല്ലാരെയും വിളിച്ച് പറയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് എല്ലാവരും ഇപ്പം ഹാപ്പിയാണ് ഗൈസ്. എല്ലാരും വിളിച്ച് ഈ സന്തോഷം അറിയിച്ചു. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വെറും 81 കിട്ടിയിട്ടാണോ ഇത്ര വലിയത് ഹാപ്പി ഇതൊക്കെ കാണിക്കണത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റിന് അറിയാൻ ഗൈസ് ഇത്ര കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയണത്. പക്ഷെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, സത്യം പറയാലോ, നിങ്ങളോട് സത്യം പറയാലോ, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത്രയും കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ വിചാരിക്കണ്ടാവും ഇതിനൊക്കെ എന്താന്ന് വിചാരിക്കണ്ട. പഠിക്കുന്ന കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ എനിക്കിതൊരു വലിയ മാർക്കാണ് ഗൈസ്. അറ്റ്ലീസ്റ്റ് ഒരു A1 ഹോൾഡർ ആയിട്ടില്ലെങ്കിലും എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി ഗൈസ്. അതില് ഹാപ്പിയാണ് ഞാന്. C സ്റ്റുഡന്റ് ആണ്, C ക്ലാസ് സ്റ്റുഡന്റ് ആണ്. എന്നെ സിയിലായിരുന്നു ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സിയിലിരുന്നിട്ട് എനിക്ക് 81 കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ 81.4 പറഞ്ഞിട്ടില്ല. അപ്പം എല്ലാരും ഹാപ്പി ആണെന്ന് വിചാരിക്കും. നിങ്ങളെ റിസൾട്ട് എല്ലാരും പറയാ. CBSE-കാര് കമന്റ് ചെയ്യാ നിങ്ങളെ 10th റിസൾട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.